Everyone, today we are going to discuss about secondary storage devices or secondary memory. We already know a lot of them such as hard disk, floppy disk, CD, DVD, pen drives, memory cards and so on. So we are going to discuss the most important ones now. Okay. Now a secondary memory is also known as external memory or non-volatile memory. Why it is called non-volatile memory? Because when you store something on the secondary memory, it is permanent. Okay. സെക്കൻഡറി മെമ്മറിയെ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാറ്റയോ ഇൻഫർമേഷനോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഈവൻ വെൻ യു സ്വിച്ച് ഓഫ് ദി കമ്പ്യൂട്ടർ അതിലെ കണ്ടൻസ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ. ഓക്കെ. ബട്ട് ഇറ്റ് ഈസ് സ്ലോവർ ദാൻ ദി പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയേക്കാളും സ്ലോവർ ആണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സോ ഹൗ ദി ഫയൽസ് വർക്ക്സ് ഇസ്, നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലെ ആ കണ്ടൻസ് എല്ലാം ആദ്യം മെയിൻ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലേക്ക് വരും. ടു ബി സ്പെസിഫിക് അത് റാമിലേക്ക് വരും. എന്നിട്ടാണ് CPU ഇതിൽ ഓരോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക്, CD, DVD, ഫ്ലോപ്പി അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ലെറ്റ് us see what is ഫ്ലോപ്പി. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. ഫ്ലോപ്പി ഈസ് ഫ്ലോപ്പിയിൽ എന്താ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ഡിസ്ക്. ഇറ്റ് കണ്ടെയ്ൻസ് എ മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് അതൊരു സ്ക്വയർ ടൈപ്പ് പ്ലാസ്റ്റിക് കേസിൻ്റെ അകത്താണ് ഈ മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ടാകുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോപ്പിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.44 MB ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഈസ് വെരി ലെസ് കമ്പയർഡ് ടു അതർ മോഡേൺ secondary storage devices. Okay. Now they are removable storages. ആവശ്യാനുസരണം നമുക്ക് ഫ്ലോപ്പി ഇൻസേർട്ട് ചെയ്യുകയും അതിൽ ഡാറ്റ യൂസ് ചെയ്യുകയും ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് മാറ്റുകയും ചെയ്യാൻ പറ്റും. ഓക്കെ. Now next is hard disk. This is the most common secondary storage device. Okay. ബൈ ഡിഫോൾട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ് ഉണ്ടാകുക. ഹാർഡ് ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരുപാട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. NTBs അല്ലെങ്കിൽ ഇപ്പോൾ PBs അവൈലബിൾ ആണ്. പെറ്റാബൈറ്റിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക്കും അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോർട്ടബിൾ. നമുക്ക് ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ CD DVD എടുത്ത് മാറ്റും പോലെ ഹാർഡ് ഡിസ്ക് മാറ്റാൻ പറ്റുന്നില്ല. ഓക്കെ. It is used to store large amount of data and they come in different storage capacities like 256 GB, 500 GB, 1 TB, 2 TB എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റീസിൽ ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. ഇനി ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഹാർഡ് ഡിസ്കിലുള്ളത് കുറേ സീരീസ് ഓഫ് സെറ്റ് ഓഫ് സർക്കുലർ ഡിസ്കുകളാണ്. അതായത് സർക്കുലർ ഷേപ്പിലുള്ള കുറച്ച് ഡിസ്കുകളുണ്ട്. ഓരോ ഡിസ്കിൻ്റെയും ഇടയിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പും ഉണ്ടാവും. ആൻഡ് ഈ ഡിസ്കിൻ്റെ എല്ലാം നടുക്കായിട്ട് ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിലിന് ചുറ്റുമാണ് ഈ ഡിസ്ക് വെച്ചിരിക്കുന്നത്. ഈ ഡിസ്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൂമിനിയത്തിൻ്റെ അലോയ് കൊണ്ടാണ് ഈ ഡിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് അതിൻ്റെ മേലെയായിട്ട് 10 to 20 mm ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കോട്ടിങ്ങും കൂടെ ഉണ്ടാവും. ഓക്കെ. ദെൻ ഈ ഡിസ്കിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഓരോ സർക്കുലർ ഡിസ്കിൻ്റെയും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 14 inches. ഡയമീറ്റർ റേഡിയസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. 14 inches ആണ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ. ഓക്കെ. ആൻഡ് ദേ റൊട്ടേറ്റ് വിത്ത് സ്പീഡ്സ് വേരിയിങ് ഫ്രം 4200 RPM. അതായത് 4200 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 4200 റൊട്ടേഷൻസ് 4200 ടൈംസ് അത് റൊട്ടേറ്റ് ചെയ്യും. ദെൻ ഹാർഡ് ഡിസ്കിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആം ഉണ്ട്. നിങ്ങൾക്ക് ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ആം കാണാൻ പറ്റും. ആ ആം വെച്ചിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൽ നിന്ന്. ഓക്കെ. ഹാർഡ് ഡിസ്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത്. ഓക്കെ.
നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് സി ഡി. കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്നതും ഒരു പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ്. ഇതും ഹാർഡ് ഡിസ്കിൻ്റെ ഡിസ്ക് പോലെ തന്നെ റൗണ്ട് ഷേപ്പിലാണ്. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോമ്പാക്ട് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 MB ആണ്. ഓക്കെ, അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് കൊണ്ടാണ് സി ഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സി ഡിയുടെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 5 inches ആണ് ഡയമീറ്റർ വരിക. ആൻഡ് അതിൻ്റെ തിക്നെസ് 0.05 inches ഉണ്ടാവും. ഓക്കെ, സി ഡിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബൈ യൂസിങ് എ ലേസർ ബീം. ലേസർ ബീം വെച്ചിട്ടാണ് സി ഡിയിലേക്ക് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സി ഡി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ സി ഡി ഡ്രൈവ് ഉണ്ടാവണം. ഓക്കെ, നൗ പല ടൈപ്പ് സി ഡീസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിന് സി ഡി റോം, സി ഡി ആർ, സി ഡി ആർ ഡബ്ല്യു, ഈ മൂന്നെണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി ഡീസ്. സി ഡി റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഡി റീഡ് ഓൺലി മെമ്മറി, അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനുള്ള ടൈപ്പ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മൂവീസ്, അതേപോലെ സോങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സി ഡി റോമിൽ റൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ 700 MB സൈസിനേക്കാളും താഴെയുള്ളതായിരിക്കണം. അതാർക്കും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് അതിനെ റീഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ദെൻ സി ഡി ആർ എന്ന് പറയുന്നത് സി ഡി റെക്കോർഡബിൾ, അതായത് ഡാറ്റ നമുക്ക് ഒരു പ്രാവശ്യം അതിൽ റൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ പിന്നീട് ആ റൈറ്റ് ചെയ്ത് വെച്ച ഡാറ്റയെ മോഡിഫൈ ചെയ്യാനോ ഡിലീറ്റ് ചെയ്ത് കളയാനോ പറ്റില്ല. ദെൻ സി ഡി ആർ ഡബ്ല്യുയുടെ കേസിലാണെങ്കിൽ ഇറ്റ് സി ഡി റീറൈറ്റബിൾ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാറ്റ ഒരു പ്രാവശ്യം സി ഡിയിലേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒക്കെ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. നൗ ഡി വി ഡി. ഡി വി ഡിയെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നും ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും പറയും. സി ഡി പോലെ തന്നെയാണ് സൈസിൻ്റെ കാര്യത്തിൽ, പക്ഷേ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് സി ഡിയേക്കാളും. സി ഡിയിൽ 700 MB ആണ് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. പക്ഷേ ഡി വി ഡിയുടെ കേസിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 GB ഓഫ് ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മൂവീസും അതല്ലെങ്കിൽ കൂടുതൽ സൈസുള്ള സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഡി വി ഡിയിൽ ആക്കാൻ പറ്റും. ഓക്കെ, നൗ ഡി വി ഡിയുടെ കേസിൽ നമ്മൾ സി ഡി പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി വി ഡി ഉണ്ട്. എക്സാക്ട്ലി ഇത് സെയിം തന്നെയാണ്, അതായത് ഡി വി ഡി റോം, ഡി വി ഡി ആർ ആൻഡ് ഡി വി ഡി ആർ ഡബ്ല്യു. ഡി വി ഡി റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി വി ഡി റീഡ് ഓൺലി മെമ്മറി. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള, അതായത് ആരും മോഡിഫൈ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ മൂവീസോ എന്തെങ്കിലും ഫയൽസ് നമുക്കതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ഡി വി ഡി ആറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് ഡി വി ഡി റെക്കോർഡബിൾ, അതായത് നമുക്കതിൽ ഫയൽസ് ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യാം. ആ റൈറ്റ് ചെയ്ത ഫയൽസിനെ പിന്നീട് മോഡിഫൈ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. ദെൻ ഡി വി ഡി ആർ ഡബ്ല്യുയുടെ കേസിലാണെങ്കിലോ ഇറ്റ് ഈസ് ഡി വി ഡി റീറൈറ്റബിൾ. ഡാറ്റ ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കതിനെ റീറൈറ്റ് ചെയ്യുകയോ മോഡിഫിക്കേഷൻസ് വരുത്തുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയത് കയറ്റുകയൊക്കെ ചെയ്യാം. അതാണ് ഡി വി ഡിയുടെ പ്രത്യേകത. ഓക്കെ, സോ ഹോപ്പ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ കൂടുതൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ വെൻ യു ലേൺ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡിനെ കുറിച്ച് കൂടെ പഠിക്കുക. ഓൾസോ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നേരത്ത് മാർക്ക് അനുസരിച്ച് എഴുതുക. ഇപ്പോൾ എക്സ്പ്ലെയിൻ അബൌട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ഡിവൈസസിനെ കുറിച്ചെങ്കിലും എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഓരോന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം എഴുതിയാൽ മതി. Okay, hope the class is clear. Thank you.